എൻട്രാക്കൾട്ട് എന്റർടൈൻമെന്റ് ട്രാവൽ കൾച്ചർ എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ റാമോജി ഫിലിം സിറ്റിയെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം അതിന്റെ തൊട്ടടുത്ത ദിവസം ഞങ്ങൾ പോയത് ഇവിടെ ഉള്ള ഏറ്റവും പ്രശസ്തമായ ഒരു ചോക്ലേറ്റ് ഫാക്ടറി കാണുവാനാണ്. ഇത് മന്നം ചോക്ലേറ്റ് ഫാക്ടറിയാണ്. അപ്പൊ ഈ ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന വിവിധ തരം ചോക്ലേറ്റുകൾ, അതുപോലെ തന്നെ മറ്റ് ഫുഡുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് അവര് അതിൻ്റെ അകത്ത് നമുക്ക് പരിചയപ്പെടുത്തി തന്നു. അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോ കണ്ട കാഴ്ച, അതായത് ഒരുപാട് തരത്തിലുള്ള ചോക്ലേറ്റുകൾ ഇവിടെ അവര് നിരത്തി വെച്ചിട്ടുണ്ട്. പക്ഷെ ഓരോന്നിന്റെയും വില വളരെ എക്സ്പെൻസീവ് എന്ന് പറയാൻ പറ്റില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അത് എക്സ്പെൻസീവ് അല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം എക്സ്പെൻസീവ് ആണ്. ഇതിലെ ഓരോ പീസിനും 400-450 രൂപയൊക്കെയാണ് വില. ഒരു പീസിനാണ് ഈ വില പറയുന്നത്. അങ്ങനെ വിവിധ തരത്തിലുള്ള ചോക്ലേറ്റ്, ഹൈ ക്വാളിറ്റി ചോക്ലേറ്റുകളാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. ചോക്ലേറ്റ് ഫാക്ടറികളൊക്കെ ഇതിനു മുമ്പ് ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്നുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ ഒരു റെസ്റ്റോറൻറ്റ് കം ചോക്ലേറ്റ് ഫാക്ടറിയാണ്. അപ്പോൾ വിവിധ തരത്തിലുള്ള ചോക്ലേറ്റുകളുണ്ട്, പിന്നെ പലതരത്തിലുള്ള മറ്റ് ഭക്ഷ്യ വസ്തുക്കളാണ് ഇവിടെ നിരത്തി വെച്ചിരിക്കുന്നത്. പക്ഷെ എന്താ വെച്ചാൽ നമ്മളെപ്പോലുള്ള ബഡ്ജറ്റ് ഇതുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് വില കൂടുതലായിട്ട് അനുഭവപ്പെടും. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വില കൂടുതലാണെങ്കിലും ക്വാളിറ്റി അവർ കുറയ്ക്കുന്നില്ല, അത് നല്ല ക്വാളിറ്റിയാണ്. ചോക്ലേറ്റ് ഫാക്ടറിയുടെ ഉള്ളിലേക്ക് നമുക്ക് പ്രവേശനമില്ല. അപ്പൊ മൊത്തം ഇവിടെ ഇങ്ങനെ കണ്ണാടി ഇട്ടിരിക്കുകയാണ്. അപ്പൊ പുറത്തുനിന്ന് നമുക്ക് ഇവിടുന്ന് കാണാം ഓരോരോ സെക്ഷൻ എങ്ങനെയൊക്കെയാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്ന രീതിയിൽ. അത് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അഡ്മിഷൻ റെസ്ട്രിക്റ്റഡ് ആണ് ഇതിൻ്റെ അകത്തേക്ക്. അപ്പോൾ വളരെയധികം എല്ലാ വിധത്തിലുള്ള, നമ്മൾ പറയല്ലേ, സാനിറ്റൈസേഷൻ അല്ലെങ്കിൽ എല്ലാ ശുചിത്വവും പാലിച്ചുകൊണ്ട് അത്യധികം നല്ല രീതിയിൽ ഭക്ഷ്യയോഗ്യമായ ചോക്ലേറ്റുകൾ അവയാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ പിന്നെ സ്ഥിരം കാഴ്ചകളായതുകൊണ്ട് ആയിരിക്കാം ഇവർക്കൊന്നും ഇതൊരു പ്രശ്നമൊന്നുമില്ല. നമ്മൾ വിസിറ്റേഴ്സൊക്കെ ഇവിടെ വരുമ്പോൾ അവർക്കതൊരു പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെ വിവിധ തരത്തിലുള്ള പലതരത്തിലുള്ള അത് പൊടിക്കാനും അതുപോലെ തന്നെ അത് ചോക്ലേറ്റായി വരുന്ന രീതികളും ഒക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് വിവിധതരം മെഷീനുകളാണ്. അപ്പം അത് എങ്ങനെയാണ് ഏതാണെന്ന് പറഞ്ഞുതരാനൊന്നും ഇവിടെ ആൾക്കാരൊന്നുമില്ല. എല്ലാവരും ജോലിക്കാരാണ്, അവനവൻ്റെ പണികൾ നോക്കി പോകുന്നു. ഇതൊക്കെയാണ് ചോക്ലേറ്റ് ഫാക്ടറിയുടെ ഉള്ളിലുള്ള യന്ത്ര സാമഗ്രികൾ. അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ടു. അതൊക്കെ കണ്ടതിന് ശേഷം നമ്മളിനി കുറച്ച് താഴത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇത് ലാസ്റ്റ് ഫിനിഷിംഗ് സ്റ്റേജിലുള്ള ആ ഭാഗമാണ് നമ്മൾ കണ്ടത്. അവിടുന്നാണ് അവർ പാക്ക് ചെയ്യുന്നതും മറ്റു കാര്യങ്ങളൊക്കെ ആ അറ്റത്തുള്ള ഭാഗത്തു നിന്നാണ്. അപ്പോൾ വിശദമായിട്ട് നമ്മൾ കണ്ടു. പക്ഷെ എന്താണ് ഏതാണെന്ന് കൃത്യമായിട്ട് എനിക്ക് അറിയുന്നില്ല, പറഞ്ഞു തരാനൊന്നുമില്ല, എല്ലാവരും ജോലി ചെയ്യുകയാണല്ലോ. പിന്നെ ചോക്ലേറ്റ് ഫാക്ടറി സന്ദർശിച്ച് അപ്പോൾ അവിടുന്ന് നമ്മൾ നോക്കിയാൽ താഴത്ത് ആ റെസ്റ്റോറൻറ്റിൻ്റെ ചെറിയ ഭാഗങ്ങളൊക്കെ കാണാം. പിന്നെ അവിടുന്ന് നേരെ ഇറങ്ങി സ്റ്റെപ്പ് ഇറങ്ങി താഴത്തേക്ക് വന്നു. ഇവിടെയാണ് കഫേ ഉള്ളത്, അവരുടെ റെസ്റ്റോറൻറ്റ് ഇവിടെയാണ്. അപ്പോൾ അവിടെ ചോക്ലേറ്റിനോട് അനുബന്ധപ്പെട്ടതുകൊണ്ട് പിന്നെ നമ്മുടെ നാടൻ മലബാർ സ്പെഷ്യൽ പഴങ്കഞ്ഞി വരെ ഇവിടെ കിട്ടും. അപ്പോൾ ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ട്. നന്നായി കഴിക്കാനൊക്കെ പറ്റുന്ന ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് ആസ്വദിച്ച് കഴിക്കാവുന്നതാണ്. വിവിധ തരം, അതായത് ടർക്കിഷും മറ്റുള്ള രീതിയിലും ഒക്കെ ഉണ്ട്. വെജും നോൺ വെജും ഉണ്ട്, കൂടുതലും നോൺ വെജാണ്. പിന്നെ മലബാർ കപ്പയുടെയും കൂടി ഞാൻ കണ്ടു ഇതിൻ്റെ അകത്ത്. പ്രകൃതിയായിട്ട് ഇണങ്ങുന്ന രീതിയിൽ എങ്ങനെയാണ് ഇവർ ഓരോ വസ്തുക്കൾ, അതായത് ഓർഗാനിക് ഫാമിംഗ് ചെയ്യുന്നതും ഒക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നന്നായിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നല്ല ചൂടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഓർഡർ കൊടുത്താൽ എന്താ വേണ്ടത് വെച്ചാൽ അവർ കൊണ്ടുവന്ന് തരും. ചോക്ലേറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അതിൻ്റെ പൗഡറുകൾ, അതായത് കൊക്കോ, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. അതൊക്കെയാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവർ ഡിസ്പ്ലേ എൻ്റെ കൂടെ പറഞ്ഞല്ലോ എങ്ങനെയാണ് ഇത് ഫാമിൽ നിന്ന് അവരെടുക്കുന്നത്, കൊക്കോ വാനില എന്നൊക്കെ പറയുന്നില്ലേ, അങ്ങനെയുള്ളതൊക്കെ. പിന്നെ ഞങ്ങളൊരു ഭക്ഷണം ഓർഡർ ചെയ്തു, മറ്റൊരു വിഭവം ഓർഡർ ചെയ്തതിന് ശേഷമാണ് അബദ്ധം പറ്റി എന്ന് മനസ്സിലായത്.
പിന്നെ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയൊന്നും ചെയ്തില്ല. എല്ലാവരും നല്ല വിലയുള്ള വിഭവങ്ങളാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. ഇതിങ്ങനെ ഇറങ്ങി വരുമ്പോൾ നമുക്ക് കാണാം ഇങ്ങനെ ചോക്ലേറ്റിൻ്റെ അതിങ്ങനെ ഒലിച്ചിറങ്ങുന്നത് നമുക്കിങ്ങനെ കാണാം. ചോക്ലേറ്റ് ക്രീം എന്നൊക്കെ പറയില്ലേ, അത് വളരെ മനോഹരമാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പിന്നെ ബിർള മന്ദിരത്തിലേക്കാണ് പോയത്. ബിർള മന്ദിർ സന്ദർശിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നുകിൽ വളരെ നേരത്തെ ആ പ്രദേശം സന്ദർശിക്കുക, അല്ലെങ്കിൽ വൈകിട്ട് സന്ദർശിക്കുക. നല്ല ചൂടാണ്, ആകെ വലഞ്ഞു പോയി. അവിടെ വീഡിയോ എടുക്കാനൊന്നും പെർമിഷൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ആ വീഡിയോ അല്ലെങ്കിൽ അതിൻ്റെ ക്ലിപ്പിങ്സ് ഒന്നും ഇതിൽ ആഡ് ചെയ്യാത്തത്. പിന്നീട് നേരെ ചാർമിനാർ കാണാനാണ് പോയത്. അപ്പോഴേക്കും എല്ലാവരും വലഞ്ഞ് അവിടെ ഇതിൻ്റെ അടുത്തൊരു പാലസ് ഉണ്ട്, അതിൻ്റെ ആ ഭാഗത്ത് അവിടെ ഇരിക്കുകയാണ്. ഞാൻ ഒറ്റയ്ക്കാണ് ഇങ്ങോട്ട് വരുന്നത് ഈ ചാർമിനാർ കാണാൻ വേണ്ടിയിട്ട്. ഈ ചാർമിനാർ ഞാൻ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ 2000 ഇവിടെ ഇതിന്റെ അടിയിൽ കൂടെ ഇതിപ്പോ ഈ റോഡില്ലേ, ഈ റോഡിലൂടെ അന്ന് ബസ്സൊക്കെ പോയിരുന്നു, സുഖമായിട്ട് പോവാം. ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പൊ അവിടുന്ന് ആ ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞു ഇതാണ് ചാർമിനാർ പറഞ്ഞ് കാണിച്ചു തന്നു, ഇതിന്റെ തൊട്ടപ്പുറത്തും കൂടെ. ഇപ്പൊ ഇത് നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണ്. കണ്ടോ, ഇവിടെ ഇഷ്ടം പോലെ കച്ചവടക്കാരും ഒക്കെ വന്ന് ഒരുപാട് ആളുകൾക്ക് ഒരു ജീവിതോപാധി എന്ന് തന്നെ പറയാം. ഞാൻ ഞെട്ടിപ്പോയി ഈ ചാർമിനാർ കണ്ടിട്ട്. ഇതിന്റെ ചരിത്രമൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ചാർമിനാറിന്റെ ചരിത്രമൊക്കെ ഒരുവിധം എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ചരിത്രം പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കാത്തത്. അപ്പൊ ഞാനാണെങ്കിൽ നല്ലോണം വലഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സമയം ഉച്ചയ്ക്ക് ഒരു 12:30 ആയിട്ടുണ്ട്. എങ്കിലൊരു വാശിക്ക് ഇതിന്റെ ഉള്ളിൽ കയറണം എന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. അപ്പോ ഈ ചാർമിനാർ ഒരു വലിയൊരു നിർമ്മിതി തന്നെയാണ്. 4 മിനാരങ്ങളാണ് ഇതില് ഉള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ചരിത്രം പറഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും, അതുകൊണ്ടാണ് ചരിത്രം പറയാത്തത് ഇതിൻ്റെ ഉള്ളിൽ. അപ്പൊ എങ്ങനെയാലും ഇതിന്റെ അകത്തേക്കൊന്ന് കയറാൻ പറ്റുമോ എന്ന് നോക്കുക. അടുത്ത് ഈ ഉച്ചകാലമായതുകൊണ്ട് കുറച്ച് തിരക്ക് കമ്മിയാണ്. പൊതുവെ ഇവിടെ ഭയങ്കര ചൂടാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ട്. അവിടെ പോയിട്ട് ടിക്കറ്റ് എടുക്കണം. ആ ടിക്കറ്റ് എടുത്തതിന് ശേഷം ഇതിലൊരു ചെറിയൊരു ഗോവണി ഉണ്ട്, അതിലൂടെ വേണം മുകളിലേക്ക് കയറാൻ. അപ്പൊ അന്ന് ഞങ്ങൾ വന്ന സമയത്ത് ഇതൊക്കെ അടച്ചിട്ട് കിടക്കരുത്. ഇതൊക്കെ പൊടി പിടിച്ച് എന്താ പറഞ്ഞ കംപ്ലീറ്റ് ആ ഹുസൈൻ സാഗർ പോലെ തന്നെ അവഗണിച്ച് കിടക്കുകയായിരുന്നു. പിന്നീടാണ് ഇത് ഇങ്ങനെ ഒരു നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കിയിട്ട് ഇവര് വികസിപ്പിച്ചെടുത്തത്. അപ്പൊ എന്തായാലും പഴയൊരു ചാർമിനാർ സിഗരറ്റിന്റെ പാക്കറ്റിലൊക്കെ ഈ ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ട്. തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ, ഞാൻ പുകവലിക്കുന്ന ഒരാളല്ല. കുട്ടിക്കാലത്ത് മുതിർന്നവരുടെ കയ്യിൽ കാണാറുണ്ട്, അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രമല്ല, അന്ന് ചാർമിനാറെ കുറിച്ച് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഇവിടെ ഈ ഹൈദരാബാദിൽ ഈ മിനാരങ്ങൾ നിറയും എല്ലാ ഭാഗത്തും. അപ്പൊ ഇവിടെ ഈ മെയിനായിട്ട് ഇങ്ങനെ കച്ചവടക്കാർ പല ഭാഗത്തും ഇഷ്ടം പോലെയുണ്ട് അതിൻ്റെ ഉള്ളില്. അപ്പൊ ഇതിന്റെ ചെറിയൊരു കൂടാരമായിട്ട് എനിക്ക് ആദ്യം തോന്നിയെങ്കിലും ഇതിന്റെ അകത്തേക്ക് കയറുമ്പോഴാണ് ഇതിന്റെ ആ വ്യാപ്തി ശരിക്കും മനസ്സിലാവുന്നത്. ഇത്രയും ജനനിബിഡമായിരിക്കുമെന്ന് ഞാൻ ഇവിടെ വരുന്നത് വരെ കരുതിയിട്ടില്ലായിരുന്നില്ല. നിറയെ കള്ളന്മാരൊക്കെ ഉണ്ട് ഇവിടെ. ഇതാണ് ടിക്കറ്റ്. 25 രൂപ ആണ് ഒരാൾക്കുള്ള ടിക്കറ്റ്. ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടത് കാണാം. അപ്പൊ എങ്ങനെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ചോദിച്ചാൽ ഇതൊക്കെ ആർക്കിടെക്ചർ വിസ്മയം തന്നെയാണ്. ഇതിപ്പോ ഈ താഴത്ത് ഇവിടെയാണ് ഒരു വശത്തു കൂടെ കയറിയിട്ട് ഒരു വശത്തു കൂടെ ഇറങ്ങണം, കാരണം വളരെ നേരോ ആണ് അതിന്റെ മുകളിലേക്കുള്ള കോവണി. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഈ ഹാള് കൊണ്ട് പലതരത്തിലുള്ള ചിത്രപ്പണികൾ ചെയ്ത് എങ്ങനെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിന്റെ സാങ്കേതിക വിദ്യ മനോഹരമായിരിക്കുന്നു, വളരെ മനോഹരം. പക്ഷെ ആളുകളൊക്കെ കുത്തി വരച്ച് കുറെയൊക്കെ കേടുവരുത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് ടിക്കറ്റ് കാണിച്ച് നമ്മൾ അങ്ങനെ ഈ വശത്തു കൂടെ കയറുകയാണ്. ഇതിൽ കയറിയപ്പോഴാണ് ഇതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലായത്. ആളുകൾ ഇങ്ങനെ പോകുന്നുണ്ട്, നല്ല ബുദ്ധിമുട്ടായി, അബദ്ധമായോ എന്ന് എനിക്ക് തോന്നി. കാരണം കയറി നല്ല ക്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ മുകളിലേക്ക് എത്തുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. ഏറ്റവും മുകളില് എത്തിയപ്പോൾ ഇതാണ്. ഇതിന് 4 പുറവും നടുക്ക് ഒരു ഡോം പോലെ. ഇതിന്റെ ഇവിടെ നിന്നുള്ള കാഴ്ചയാണ്, പുറത്തേക്കുള്ള കാഴ്ചയൊക്കെ മനോഹരമാണ്. അപ്പോൾ ഇങ്ങനെ വലിയൊരു വിസ്തൃതിയായിട്ടുള്ള സ്ഥലം പുറത്തുനിന്ന് കാണുമ്പോൾ ഇത്ര വലിപ്പമുണ്ടെന്ന് നമ്മൾ വിചാരിച്ചിട്ടില്ല. അപ്പൊ ഇതിന് 4 പുറം ഒരു ബാൽക്കണി പോലെ ഉണ്ടാക്കിയിട്ട് നടുക്കൊരു ഡോമിന്റെ ഒരു രീതിയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ആളുകൾക്കൊക്കെ ഒക്കെ നടന്ന് അവിടെയൊക്കെ വന്നിട്ട് എല്ലാവരും അവിടെ വിശ്രമിക്കുന്നുണ്ട്.
നല്ല ചിത്രപ്പണികളോടുകൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഓരോന്ന് വിൻഡോ ടൈപ്പ്, അതായത് ഒരു പഴയ ജാലകത്തിന്റെ മോഡലിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതാണ് ചാർമിനാറിന്റെ കാഴ്ചകൾ. ചാർമിനാറിൽ നമ്മൾ അവിടെ കയറി വരുമ്പോൾ വരാനുള്ള ബുദ്ധിമുട്ട് അത് വളരെ കൂടുതലാണ്. പിന്നെ ഇവിടെ നിന്നുള്ള കാഴ്ച ഞാൻ പറഞ്ഞല്ലോ, ആ ഓരോ തെരുവീതിരിക്കും നല്ല നീണ്ട കാഴ്ചയുണ്ട്. ഒരു പക്ഷെ അതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കാം, എല്ലാ ഭാഗത്തേക്കും ഒരു കാഴ്ച കിട്ടുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം അന്നത്തെ കാലത്ത് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനടുത്ത് വലിയൊരു മസ്ജിദൊക്കെ ഉണ്ട്. പിന്നെ ഈ ഭാഗത്ത് കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തേക്ക് ഇറങ്ങാൻ ഒരു വഴിയുണ്ട്. അപ്പോൾ ഒരു ഭാഗത്തു കൂടെ കയറ്റിയിട്ടാണ് ഒരു ഭാഗത്തേക്ക് കൂടെ അവർ ഇറക്കി വിടുന്നത്. പല ഭാഗത്തു നിന്നുള്ള റോഡുകളും, പണ്ട് കാലത്ത് ഈ റോഡൊന്നും ഉണ്ടാവില്ല, ഇതൊക്കെ ഇപ്പോൾ സ്ട്രീറ്റ് ആയിട്ട് മാറിയതാണ്. എന്തായാലും കയറിയപ്പോൾ ഒരു കൊല്ല വളരെയധികം കൂളാണ്, മനോഹരമായിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ നിന്നിട്ട് കാണുമ്പോൾ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ചരിത്രം നിങ്ങളോട് പറയുമ്പോൾ അത് അതിൻ്റെതായ നിങ്ങൾക്കത് വല്ലാതെ ബോറടിക്കും, അതുകൊണ്ടാണ് പറയാത്തത്. പിന്നെ നമുക്ക് പതുക്കെ അതൊക്കെ കണ്ടതിന് ശേഷം താഴത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ക്യൂ നോക്കുകയാണ്. പുറത്തേക്കുള്ള കാഴ്ച പല ഭാഗത്തു നിന്നുള്ള കാഴ്ചകളാണ്. ബസ് റൂട്ടൊക്കെ ഉണ്ടായിരുന്ന റോഡാണിത്. എനിക്ക് അന്നത്തെ ഓർമ്മ വരുന്നുണ്ട്. ഇവിടെയൊക്കെ ഇത്രയും കെട്ടിടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പൊ നോക്കൂ, നിറച്ച് ചെറിയ ചെറിയ കടകള്, അങ്ങനെ വലിയൊരു വ്യാപിച്ചിരിക്കുന്ന കെട്ടിടങ്ങളാണ്. നിറയെ ജനങ്ങൾ പല ഭാഗത്തുനിന്നും, ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നും ഒക്കെ ആൾക്കാരിവിടെ വരുന്നുണ്ടല്ലോ. അപ്പൊ താഴത്തേക്ക് ഇറങ്ങുമ്പോൾ ആ ക്യൂ ഇതാണ്. ഇത് അതിലേറെ ബുദ്ധിമുട്ടാണ് ഇറങ്ങാൻ. എങ്ങനെയാണ് നമ്മൾ ഇറങ്ങുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ഓരോരുത്തരായിട്ട് എൻ്റെ ഇടയിൽ ജാമായാലും ബുദ്ധിമുട്ടാണ്. അത് കുറച്ച് വീതിയുണ്ട്. നമ്മൾ പുനർജനി മൂഴാൻ പോയപ്പോൾ ഉണ്ടാകുന്ന അത്ര ഈ ഇടുങ്ങിയതല്ല. എങ്കിലും ഇടയിൽ വെച്ച ഒരാൾക്ക് വയ്യാതൊക്കെ ആയി കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ്. അതായത് കൊണ്ടുവരാനോ അല്ലെങ്കിൽ പുറത്തേക്ക് കിടക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. ഇറങ്ങുമ്പോൾ അത്ര ബുദ്ധിമുട്ടില്ല, കയറുമ്പോഴാണ് ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടായത്. കണ്ടില്ലേ, കുപ്പികളൊക്കെ അവിടെ ഇട്ടിരിക്കുന്ന കണ്ടില്ലേ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആളുകൾ വേസ്റ്റ് ഇടാൻ സ്ഥലം നോക്കി കിട്ടിയ സ്ഥലങ്ങളിൽ അത് ഉപേക്ഷിക്കുകയാണ്. ഇവിടെ താഴത്തേക്ക് വന്ന് നോക്കുമ്പോൾ കണ്ടോ, ഇത് ഇറങ്ങാനുള്ള ഇതാണ്. ഇവിടെ നോ എൻട്രി ചെയ്തില്ല, പക്ഷെ ഇവിടെ കയറാൻ വേണ്ടി നോക്കുന്ന ആൾക്കാരെ കണ്ടു ഞാൻ. ഉച്ചനേരമല്ലേ, അതുകൊണ്ടായിരിക്കാം കുറുക്കു വഴി. ഇങ്ങനെയും ആൾക്കാർ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു പാലം ഉണ്ടാക്കിയിട്ടുണ്ട്, മരത്തിന്റെ പാലം. ലേറ്റസ്റ്റ് ഇപ്പം അടുത്ത കാലത്ത് ഉണ്ടാക്കിയതായിരിക്കാം. ആകെ ക്ഷീണിച്ച് വലഞ്ഞതുകൊണ്ടേ അതിനൊപ്പം മറ്റുള്ളവർ അവിടെ നിന്ന് വിളിക്കുന്നുമുണ്ട് വേഗം വരാൻ പറഞ്ഞിട്ട്. തിരിച്ചു പോകുമ്പോൾ വഴി തെറ്റി. അപ്പോൾ ഒരു ഓട്ടോ വിളിച്ചു. 1.5 കിലോമീറ്ററേ ദൂരം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ 125 രൂപ അവൻ കൂലി ചോദിച്ചു. അങ്ങനെ 110 റുപ്യ കൊടുത്തു. ഇവിടെ ഓട്ടോറിക്ഷയ്ക്ക് ഭയങ്കര ചാർജാണ് കേട്ടോ.